കൊച്ചിയിൽ വായു ഗുണനിലവാര പരിശോധന താളം തെറ്റുന്നു. ആശങ്കയോടെ നഗരവാസികൾ. കൊച്ചി നഗരത്തിലെ വായു ഗുണനിലവാരം പരിശോധിക്കുന്ന സംവിധാനങ്ങളിൽ ഗുരുതരമായ വീഴ്ച. തത്സമയ നിരീക്ഷണ കേന്ദ്രങ്ങൾ പലതും പ്രവർത്തനരഹിതമായതോടെ മലിനീകരണ കണക്കുകളിലെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നു. മിതമായ തോതിലാണ് മലിനീകരണം എന്ന് ഔദ്യോഗിക ഫലങ്ങൾ പറയുമ്പോഴും സ്വകാര്യ ഏജൻസികളുടെ കണക്കുകൾ മറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അറബിക്കടലിന്റെ റാണിയായ കൊച്ചിയിൽ ശ്വസിക്കുന്ന വായുവിന്റെ ഗുണനിലവാരം അളക്കുന്നതിൽ അധികൃതർക്ക് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുകയാണ്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കീഴിലുള്ള തുടർച്ചയായ വായു നിരീക്ഷണ കേന്ദ്രങ്ങളിൽ പലതും ഇപ്പോൾ കണ്ണടച്ചിരിക്കുകയാണ്. 3 പ്രധാന നിരീക്ഷണ കേന്ദ്രങ്ങളിൽ 2 പ്രവർത്തനരഹിതമാണ്. ഒരെണ്ണം മാറ്റി സ്ഥാപിക്കാനായി പൊളിച്ചിട്ട് 2 വർഷത്തോളമായി. കഴിഞ്ഞ ഡിസംബർ മാസം വരെ കൊച്ചിയിലെ വായു ഗുണനിലവാരം മിതമായ തോതിലാണെന്നാണ് ഔദ്യോഗിക വിശദീകരണം. യന്ത്രങ്ങൾ പണിമുടക്കിയതോടെ നേരിട്ടുള്ള സാമ്പിൾ പരിശോധനയാണ് ബോർഡ് ഇപ്പോൾ ആശ്രയിക്കുന്നത്. എന്നാൽ ഉപഗ്രഹ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്വകാര്യ ഏജൻസികളുടെ കണക്കുകൾ പ്രകാരം വായു ഗുണനിലവാര സൂചിക പലപ്പോഴും 150-ന് മുകളിലേക്ക് ഉയരുന്നുണ്ട്. ഇത് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ഭീഷണിയാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. തണുത്ത വായു ഭൗമോപരിതലത്തോട് ചേർന്ന് തങ്ങി നിൽക്കുന്ന ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്ന പ്രതിഭാസമാണ് മലിനീകരണം കൂടാൻ കാരണമായി ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത്. വടക്കേ ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന ഇത്തരം കാലാവസ്ഥാ മാറ്റങ്ങൾ ഇപ്പോൾ ദക്ഷിണേന്ത്യയിലും സജീവമാകുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സൂചനയാണ് വിലയിരുത്തപ്പെടുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഭീഷണിയാകുന്ന ഈ സാഹചര്യം നേരിടാൻ അടിയന്തര നടപടി വേണമെന്നാണ് നഗരവാസികളുടെ ആവശ്യം. കൊച്ചി നഗരം വികസന കുതിപ്പിൽ മുന്നേറുമ്പോൾ അടിസ്ഥാനപരമായ പാരിസ്ഥിതിക സുരക്ഷ ഉറപ്പാക്കുന്നതിൽ അധികൃതർ പരാജയപ്പെടരുതെന്നാണ് ഉയരുന്ന ആവശ്യം. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.